നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. സ്വദേശിവത്കരണം ഒരു ഭാഗത്തുകൂടെ നടത്തുമ്പോഴും അടുത്തിടെയായി രാജ്യത്തുള്ള പ്രവാസി തൊഴിലാളികളെ ചേർത്ത് നിർത്തുന്ന തീരുമാനമാണ് സൗദി എടുക്കുന്നത്. സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് ജോലി അവസാനിച്ചാൽ ഒരാഴ്ചയ്ക്കുള്ളിൽ സർവീസ് ആനുകൂല്യങ്ങൾ നൽകണമെന്ന നിർദ്ദേശം കമ്പനികൾക്ക് നൽകിയിരുന്നു. ഇതിനു പുറമെ വിദേശ തൊഴിലാളികളുടെ പാസ്പോർട്ട് സൗദിയിലെ തൊഴിലുടമ കൈവശം വെച്ചാൽ 1000 റിയാൽ പിഴ ചുമത്തും. തൊഴിലാളിയുടെയോ തൊഴിലാളിയുടെ കുടുംബാംഗങ്ങളുടെയോ പാസ്പോർട്ട് തൊഴിലുടമ കസ്റ്റഡിയിൽ സൂക്ഷിക്കരുതെന്ന നിയമം നേരത്തെ തന്നെ നിലവിലുണ്ട്. പാസ്പോർട്ട് അതിന്റെ ഉടമയുടെ വ്യക്തിപരമായ പ്രമാണവും യാത്രാരേഖയുമാണ് എന്നതിനാൽ അത് അനുവദിച്ച രാജ്യത്തിന് മാത്രമാണ് പിടിച്ചെടുക്കാൻ അനുവാദമുള്ളത്. തൊഴിൽ നിയമലംഘനങ്ങളും അവയ്ക്കുള്ള പിഴകളും അടങ്ങിയ പട്ടികയിൽ വരുത്തിയ പരിഷ്കാരങ്ങൾക്ക് വകുപ്പ് മന്ത്രി എഞ്ചിനീയർ അഹമ്മദ് അൽ രാജ്ഹി അംഗീകാരം നൽകി. വർക്ക് പെർമിറ്റ് ലഭിക്കാത്ത വിദേശ തൊഴിലാളിയെ ജോലിക്ക് വെച്ചാൽ 10,000 റിയാൽ പിഴയാണ് പരിഷ്കരിച്ച പട്ടികയിൽ വ്യവസ്ഥ ചെയ്തിരിക്കുന്നത്. ഓരോ തൊഴിലാളിയുടെയും പേരിൽ ഈ തുക തൊഴിലുടമയിൽ നിന്ന് ഈടാക്കും. സ്വദേശിവത്കരിച്ച തൊഴിലുകളിൽ വിദേശികളെ നിയമിക്കുന്നതിന് ഓരോ വിദേശിക്കും 2,000 റിയാൽ, 4,000 റിയാൽ, 8,000 റിയാൽ എന്നിങ്ങനെയാണ് പിഴ. സ്ഥാപനങ്ങളുടെ വലിപ്പ വ്യത്യാസത്തിനനുസരിച്ചാണ് ഈ മാറ്റം. വിസകൾ ലഭിക്കാനും മന്ത്രാലയത്തിൽ നിന്നുള്ള സേവനങ്ങൾ പ്രയോജനപ്പെടുത്താനും വ്യാജ വിവരങ്ങൾ സമർപ്പിക്കുന്നതിന് ഓരോ വിസയ്ക്കും സേവനങ്ങൾ പ്രയോജനപ്പെടുത്തിയ ഓരോ തൊഴിലാളിക്കും 1000 റിയാൽ, 2000 റിയാൽ, 3000 റിയാൽ എന്നിങ്ങനെ സ്ഥാപനങ്ങൾക്ക് പിഴ ചുമത്തും. അതുപോലെ ജോലി അവസാനിച്ചാൽ ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ തൊഴിലാളിയുടെ സർവീസ് ആനുകൂല്യങ്ങൾ നൽകണമെന്നാണ് നിർദ്ദേശം. പലപ്പോഴും ഇത് നീണ്ടുപോകുന്ന സാഹചര്യം ഉണ്ടാകാറുണ്ട്. തൊഴിലുടമ കരാർ അവസാനിപ്പിക്കുന്ന ഘട്ടത്തിലാണ് ഒരാഴ്ചയ്ക്കുള്ളിൽ സർവീസ് ആനുകൂല്യങ്ങൾ നൽകേണ്ടത്. സർവീസ് ആനുകൂല്യത്തിനൊപ്പം ഇതുവരെയുള്ള മുഴുവൻ വേതനവും അലവൻസ് കുടിശ്ശികയും തീർത്തും നൽകണം. കാലയളവ് പ്രത്യേകം നിർണയിച്ച തൊഴിൽ കരാർ ആണെങ്കിലും അല്ലെങ്കിലും ജീവനക്കാർക്ക് സർവീസ് ആനുകൂല്യങ്ങൾ നൽകേണ്ടത് നിർബന്ധമാണ്. അതുപോലെ തൊഴിലാളിയാണ് കരാർ അവസാനിപ്പിക്കുന്നതെങ്കിൽ 15 ദിവസത്തിനകം സർവീസ് ആനുകൂല്യം നൽകണമെന്നാണ് മാനവശേഷി സാമൂഹിക വികസന മന്ത്രാലയം നിർദ്ദേശിച്ചത്. സർവീസ് ആനുകൂല്യം നൽകൽ ബാധകമല്ലാത്ത 4 സാഹചര്യങ്ങളും മന്ത്രാലയം വിശദീകരിച്ചിട്ടുണ്ട്. ഈ സാഹചര്യം ഉണ്ടായാൽ പ്രവാസികൾ സർവീസ് ആനുകൂല്യത്തിന് അർഹരല്ലെന്നാണ് മന്ത്രാലയം പറയുന്നത്. ജോലിക്ക് ചേർന്ന് 2 വർഷത്തിനുള്ളിൽ തൊഴിലാളി രാജിവെച്ചാൽ ആനുകൂല്യം ഉണ്ടാവില്ല. അതുപോലെ പ്രൊബേഷൻ കാലത്തുള്ള പിരിച്ചുവിടൽ, നിയമാനുസൃത കാരണമില്ലാതെ തുടർച്ചയായി 15 ദിവസം ജോലിയിൽ നിന്ന് വിട്ടുനിൽക്കുകയോ അതുപോലെ നിയമാനുസൃത കാരണമില്ലാതെ 1 വർഷത്തിനിടെ പലതവണയായി 30 ദിവസം ജോലിയിൽ നിന്ന് വിട്ടുനിൽക്കുകയോ ചെയ്താലും സർവീസ് ആനുകൂല്യം നിഷേധിക്കപ്പെടും. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.